പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ആദ്യമായി മക്കയിലേക്ക് പോയ കേരളത്തിലെ ഹജ്ജാജിമാരുടെ കഥകൾ കണ്ണീരണിയിക്കുന്നതാണ്. പ്രവാചക അനുയായികൾ പ്രവാചകന്റെ കാലത്ത് തന്നെ കേരളക്കരയിൽ എത്തിച്ചേർന്നതായി ഗണിക്കപ്പെടുന്നു. തുറന്നു വന്ന വർഷങ്ങളിൽ വിശ്വാസികൾ ചെറു സംഘങ്ങളായും വലിയ കാഫിലകളായും ഹജ്ജ് കർമ്മത്തിന് പോയിരുന്നതായിട്ട് കാണാൻ സാധിക്കും. വർഷം തീർത്തു പറയുക പ്രയാസമെങ്കിലും ആ ചരിത്രത്തിന് 500 വർഷത്തിനപ്പുറമുള്ള പഴക്കമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമ 1502 കണ്ണൂരിൽ മാടായിക്കടുത്ത് വെച്ച് കപ്പൽ കൊള്ളയടിക്കുകയും 240ഓളം വരുന്ന സ്ത്രീകളെയും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സംഘത്തെ കപ്പലിൽ തന്നെ അഗ്നിക്കിരയാക്കുകയും. കേരളത്തിലെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ വേരുകൾ നുബുവത്തിന്റെ ഉറവിടമായ അറേബ്യൻ സൈനിക ഭൂമിയോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ തീരവും മധ്യ പൗരസ്ത്യ ദേശങ്ങളുമായുള്ള ബന്ധത്തിന് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട്. ബൈബിളിൽ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇന്ത്യയുമായുമുള്ള വ്യാപാര ബന്ധത്തിന്റെ അടയാള സൂചകങ്ങൾ കാണാവുന്നതാണ്. ഇസ്ലാമിക സാമ്രാജ്യം വികാസം കൊണ്ടപ്പോൾ അറബികൾ വ്യാപകമായ സഞ്ചാരത്തിനും കൂടുതൽ യാത്രകൾക്കും തുടക്കം കുറിച്ചു. അബ്ബാസി ഖലീഫമാരുടെ കാലത്ത് ബഗ്ദാദ് സ്ഥാപിക്കപ്പെട്ടതും അറേബ്യൻ ഉപദ്വീപിൽ നീണ്ട കാലത്തേക്ക് സമാധാനാന്തരീക്ഷം നിലനിന്നതും കിഴക്കുമായുള്ള വ്യാപാര ബന്ധത്തെ ത്വരിതപ്പെടുത്തിയ ഘടകങ്ങളായിരുന്നു. ഇറാഖിലെ ബസ്ര തുറമുഖത്തിന് ലോക വാണിജ്യ ഭൂപടത്തിൽ പ്രാധാന്യം വർദ്ധിച്ചതോടെ അത് അറേബ്യൻ വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറി. 1342-44 കാലത്താണ് പ്രസിദ്ധ ആഫ്രിക്കൻ മുസ്ലിം സഞ്ചാരി ഇബ്നു ബത്തൂത്ത മലബാർ ഉൾപ്പെട്ട ഇന്ത്യൻ തീരങ്ങളിലൂടെ സഞ്ചരിച്ചത്. ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും തൻ്റെ റിഹിലയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1498 പറങ്കികൾ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ കാപ്പാട് കപ്പിലിറങ്ങിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ പട്ടണമായി നമ്മുടെ കോഴിക്കോട് മാറിയിരുന്നു. മുസ്ലിങ്ങൾക്കായിരുന്നു തുറമുഖ പട്ടണത്തിന്റെ അന്ന് നിയന്ത്രണം. ഇസ്ലാം എന്ന് കേരളത്തിൽ എത്തിയതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളോ തീർച്ചയോ ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്നില്ല. എന്നാൽ പ്രവാചക കാലത്തിന് മുമ്പ് തന്നെ കേരളവുമായുള്ള അറബികളുടെ കച്ചവട വൈവാഹിക ബന്ധങ്ങൾക്ക് ചരിത്രത്തിന്റെ പിന്തുണയുണ്ട്. പ്രവാചകരുടെ വിയോഗത്തിന് മുമ്പ് തന്നെ അറേബ്യൻ മണലാരണ്യത്തിൽ മുഴുവൻ ഇസ്ലാം വ്യാപിച്ചുവെന്നത് വസ്തുതയാണല്ലോ. സ്വാഭാവികമായും അക്കാലത്ത് തന്നെ അറബികൾ വഴി ഇസ്ലാം കേരളത്തിലെത്തിയിരുന്നു എന്നാണ് ചരിത്രം പിന്നെയും രേഖപ്പെടുത്തുന്നത്. മലബാറിൽ പൂർണ്ണ മനസ്സോടെയാണ് ഇസ്ലാം സ്വീകരിക്കപ്പെട്ടത്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹു ഭൂമിയിൽ ജനവാസമുള്ള മിക്ക സ്ഥലങ്ങളിലും ഇസ്ലാം ദീൻ വ്യാപിച്ചു. പൂർണ്ണ മനസ്സോടെ പരപ്രേരണയോ ഭീതിയോ നിർബന്ധമോ കൂടാതെയാണ് ഹിന്ദിന്റെ മലബാർ ജനത ഇസ്ലാം മതം സ്വീകരിച്ചത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇസ്ലാം രൂഢമൂലമാവുകയും അതിൻ്റെ അംഗസംഖ്യ അത്ഭുതപൂർവമായി വർദ്ധിക്കുകയും ചെയ്തുവെന്ന് തൗഫുൽ മുജാഹിദീനിൽ രേഖപ്പെടുത്തിയത് കാണാം. മാലിക്കുദ്ദീനാർ എന്ന മഹാത്മാവും 12 അനുയായികളുമായിരുന്നു അന്ന് കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങിയത്. കൊടുങ്ങല്ലൂരിൽ തന്നെ അവർ ആദ്യ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ വ്യാപനത്തിന് സഹായകമായ ഒട്ടേറെ പള്ളികൾ തീരദേശങ്ങളിൽ വേറെയും സ്ഥാപിക്കുകയുണ്ടായി. മാടായി, പന്തലായനി, കൊല്ലം, കാസർഗോഡ്, ധർമ്മടം, ചിറക്കൽ, ബക്കന്നൂർ തുടങ്ങിയ പള്ളികൾ ഇതിൽപ്പെടുന്നു. 12-13 നൂറ്റാണ്ടുകളിൽ മധ്യേഷ്യ മാംഗോളിയയുടെ ആക്രമണത്തിന് വിധേയമായപ്പോൾ ഇന്ത്യയിലെത്തിയ സൂഫികളുടെ ആഗമനത്തിന് ശേഷമാണ് അവിടങ്ങളിൽ വ്യാപകമായ മതപ്രചാരണം സാധ്യമായത്. രാജാക്കന്മാർക്ക് മതപ്രബോധനം ലക്ഷ്യമായിരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി മലബാറിൽ പൂർണ്ണ മനസ്സോടെയാണ് ഇസ്ലാം സ്വീകരിക്കപ്പെട്ടത്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹു ഭൂമിയിൽ ജനവാസമുള്ള മിക്ക സ്ഥലങ്ങളിലും ഇസ്ലാം ദീൻ വ്യാപിച്ചു. പൂർണ്ണ മനസ്സോടെ പരപ്രേരണയോ ഭീതിയോ നിർബന്ധമോ കൂടാതെയാണ് ഹിന്ദിന്റെ മലബാർ ജനത ഇസ്ലാം മതം സ്വീകരിച്ചത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇസ്ലാം രൂഢമൂലമാവുകയും അതിൻ്റെ അംഗസംഖ്യ അത്ഭുതപൂർവമായി വർദ്ധിക്കുകയും ചെയ്തുവെന്ന് തൗഫുൽ മുജാഹിദീനിൽ രേഖപ്പെടുത്തിയത് കാണാം. ഉത്തരേന്ത്യയിൽ അഫ്ഗാൻ, തുർക്കി, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇസ്ലാം മതം എത്തിയതെങ്കിൽ കേരളത്തിൽ അത് യമൻ, ഇജാസ് എന്നീ വിശുദ്ധ സ്ഥലങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പല പ്രദേശങ്ങളിൽ നിന്നും ഹിന്ദുക്കൾ കൂട്ടത്തോടെ സ്ഥലം മാറി മുസ്ലിങ്ങളെ കുടിയിരുത്തിയ അനുഭവങ്ങളുണ്ട്. പള്ളികൾ സ്ഥാപിക്കാൻ ഹിന്ദു സഹോദരങ്ങൾ സഹായം ചെയ്യുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ പള്ളികളായി പരിവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും കീഴടക്കലിന്റെ സ്വരം എവിടെയും ഉയർന്നതായി കേട്ടിട്ടില്ല.
ആധുനിക ലോകത്ത് ഇപ്പോഴും തുടരുന്ന അധിനിവേശത്തിന്റെ രസതന്ത്രം തന്നെയായിരുന്നു 1498 വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്കും 1492 കൊളംബസിനെ അമേരിക്കയിലേക്കും നയിച്ചത്. 15-ാം നൂറ്റാണ്ടോടെ യൂറോപ്യൻ ജനസംഖ്യ വിസ്ഫോടനം സംഭവിച്ചതും ഭക്ഷ്യക്ഷാമം നേരിട്ടതും ഒരു പുതിയ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. അറബികളുടെ വ്യാപാരിക കുത്തക തകർത്തുകൊണ്ടാണ് ഒരു അധിനിവേശം സാധ്യമാകൂ എന്ന് തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട്ട് എത്തുന്നത് തന്നെ ഖാജ ഖാസിമിന്റെ കപ്പലിൽ മക്കയിലേക്ക് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പുറപ്പെട്ട സാധുക്കളായ തീർത്ഥാടകരെ കടലിൽ കത്തിച്ചു കൊന്നാണ്. ഈ കഥ കേൾക്കുമ്പോൾ ഹൃദയം പിടയാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മക്കയിലെ നായ്ക്കളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്താനായി ഒരു മുസ്ലിം കപ്പൽ പിടിച്ച് അതിലുള്ളവരെ ജീവനോടെ അംഗവിച്ഛേദനം നടത്തി ഒരു ബോട്ടിലിട്ട് സാമൂതിരിക്ക് അയച്ചു കൊടുത്തു പോർച്ചുഗീസ് ക്യാപ്റ്റൻ. 400 ഹജ്ജാജിമാരുണ്ടായിരുന്ന കപ്പൽ പിടിച്ചെടുത്ത് അതിലെ ചരക്കുകൾ മാറ്റി അതിനകത്തുണ്ടായിരുന്നവരെ കെട്ടിയിട്ടാണ് കപ്പലിന് തീ കൊളുത്തിയത്. അങ്ങനെ മക്കയിലേക്ക് ഹജ്ജിന് പോകാനെത്തിയ ആദ്യ സംഘത്തെ വാസ്കോഡ ഗാമയും കൂട്ടരും കത്തിച്ചു ചാമ്പലാക്കി. വാസ്കോഡ ഗാമയുടെ ക്രൂരത പിന്നെയും തുടരുകയായിരുന്നു. തൊട്ടടുത്ത ഒരു കപ്പലിൽ നിന്ന് ഗാമ ഇത് നോക്കി രസിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉയർത്തി കേൺ അപേക്ഷിച്ചിട്ടും ഗാമയുടെ മനസ്സലിഞ്ഞില്ല. മാടായിക്കെടുത്ത കടലിലാണ് ഈ സംഭവം. സംഭാഷണത്തിന് ചെന്ന സാമൂതിരിയുടെ ദൂതനായ ബ്രാഹ്മണനെ കാതറിഞ്ഞ് ഒരു പട്ടിയുടെ കാത് തുന്നിപ്പിടിപ്പിച്ച് കയ്യും മൂക്കും ചെവിയും ഒരു മാലയാക്കി കഴുത്തിലിട്ട് കൊടുത്തു. അതോടെയാണ് ഗാമയുടെ ക്രൂരതയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അത് പാകം ചെയ്ത് തിന്നാൻ ഒരു കുറിപ്പും മാലയിൽ തൂക്കി. അക്രമപരമായി ഹജ്ജിന് പോകുന്നവരെ പീഡിപ്പിക്കുക, ഹജ്ജ് യാത്ര നിരോധിക്കുക, ആജിമാരെയും മുസ്ലിങ്ങളെയും കൊന്നൊടുക്കുക, പ്രവാചകനെ അപഹസിക്കുക, പ്രവാചകന്റെ പേര് പറയുന്നവരെ പ്രഹരിക്കുകയോ കൊല്ലുകയോ ചെയ്യുക, അറസ്റ്റിലാക്കിയവരെ ചുട്ടുകൊല്ലുക, ശൗചം ചെയ്യുന്ന മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ചാട്ടവാറ് കൊണ്ട് പ്രഹരിക്കുക, ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളെയും പ്രൗഢി നശിപ്പിക്കുക എന്നിങ്ങനെയായിരുന്നു വാസ്കോഡ ഗാമയുടെ ക്രൂരതകൾ.